ഹായ് ഓൾ, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ബേസിക്കലി ഒരു LLB സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കുറച്ച് നാളല്ല, ഒരു 6 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ല. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി, അത് ഏത് കണ്ടന്റ് ചെയ്യണം അതിന് സ്ക്രിപ്റ്റ് എഴുതി, അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താമസമുള്ളത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ബേസിക്കലി ഞാൻ ലോ ആണ് പഠിക്കുന്നത്. ഈ നിയമങ്ങളെ കുറിച്ച് അറിവ് എല്ലാവർക്കും വേണം. അതൊരു ലോയേഴ്സിനോ അല്ലെങ്കിൽ പോലീസിനോ മാത്രം വേണ്ട ഒരു കാര്യമല്ല. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു മൂവി കണ്ടു, കോർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തെലുങ്ക് മൂവിയാണ്. അതിനകത്ത് ഈ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പം ആരും കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അതിപ്പം OTT റിലീസ് ആയിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണെന്നെങ്കിൽ വ്യക്തമല്ല, ഞാൻ ലിങ്ക് വേണേൽ താഴെ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്കൊരു ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൂടെ, നിയമത്തെ പറ്റി കുറച്ച് അവബോധം സമൂഹത്തിലേക്ക് എത്തിച്ചുകൂടെ എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഈ അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എടാ എന്താണ് സിവിൽ കേസ്, എന്താണ് ക്രിമിനൽ കേസ്? അപ്പം അവൻ എന്നോട് ചോദിച്ച കാര്യം, സിവിൽ കേസ് എന്ന് പറയുമ്പോൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെയല്ലേ സിവിൽ കേസ് എന്ന് പറയുന്നത് എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതിനെ പറ്റിയുള്ള ഒക്കെ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ വേണ്ടതല്ലേ. അപ്പൊ അതിനെപ്പറ്റി തന്നെ ആദ്യത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ അതാണ്, എന്താണ് സിവിൽ കേസ്, എന്താണ് ക്രിമിനൽ കേസ്. ഇനി പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് സിവിൽ കേസ് എന്താണെന്ന് പറയാം. സിവിൽ കേസ് എന്ന് പറയുന്നത് എഗൈൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്കെതിരെ വരുന്ന കേസിനെയാണ് സിവിൽ കേസ് എന്ന് പറയുന്നത്. സിവിൽ കേസ് മെയിൻലി സിവിൽ കോർട്ടുകളാണ് പരിഗണിക്കുന്നത്. സിവിൽ കോർട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ ജില്ലാ കോടതികളാണ്, ഡിസ്ട്രിക്ട് കോർട്ട്സ്. സിവിൽ കേസ് പരിഗണിക്കുന്നത് സിവിൽ പ്രൊസീജിയർ കോഡിന്റെ കോഡ് വെച്ചിട്ടാണ്. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ആണ് ഇന്ത്യയിലുള്ള ഒരു സിവിൽ പ്രൊസീജിയർ കോഡ്. പിന്നെ ഇതൊരു കോമ്പൻസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കേസുകളായിരിക്കും കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. രണ്ട് പാർട്ടീസ് ആണ് ഉണ്ടാവുക. പ്ലെയിൻറ്റിഫ് എന്ന് പറയും, ഡിഫൻഡന്റ് എന്ന് പറയും, വാദിഭാഗവും പ്രതിഭാഗവും. വാദിഭാഗം സ്യൂട്ട് കൊടുക്കുന്ന ഫയൽ ചെയ്യുന്ന ആൾക്കാരാണ് വാദിഭാഗം, പ്രതിഭാഗം നേരെ തിരിച്ചു. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ക്രിമിനൽ കേസിലേക്ക് വരാം. ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് എഗൈൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു വ്യക്തി ഒരു മർഡർ ചെയ്യുമ്പോൾ അത് സമൂഹത്തിനെതിരെയായിട്ടാണ് നിയമം കണക്കാക്കുന്നത്. അതിനെയാണ് പറയുന്നത് എഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് ക്രിമിനൽ കോർട്ടുകളാണ്. ഈ ക്രിമിനൽ കോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ CRPC, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ആസ്പദമാക്കിയിട്ടായിരുന്നു 2024 വരെ. 2023 നമ്മളൊരു പുതിയ നിയമം പാസാക്കി, BNSS, അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അതിന്റെ ബേസിലാണ് ഇപ്പോൾ കോടതികൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ കൂടുതലും പണിഷ്മെന്റുകളാണ് കൊടുക്കാറുള്ളത്. പിന്നെ സെക്ഷൻസ് കോടതികളാണ് ഇത് പരിഗണിക്കുന്നത്. പിന്നെ രണ്ട് ഭാഗങ്ങളാണ് ഇതിലുമുള്ളത്, അതായത് പ്രതിഭാഗവും വാദിഭാഗവും. അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, പ്രോസിക്യൂഷനും ഡിഫൻസ് കൗൺസിലുമാണ് രണ്ട് ഭാഗങ്ങൾ. പ്രോസിക്യൂഷൻ എപ്പോഴും സ്റ്റേറ്റ് ആയിരിക്കും, അതായത് വിക്ടിം സൈഡ് ആയിരിക്കും. ഡിഫൻസ് എന്ന് പറയുന്നത് പ്രതിഭാഗം. ഇതൊക്കെയാണ് ബേസിക്കലി സിവിൽ കേസ് എന്താണെന്നും ക്രിമിനൽ കേസ് എന്താണെന്നും ഉള്ളതിന്റെ ഒരു ചെറിയൊരു അവബോധം. ഇത്രയും കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറഞ്ഞോളാം. ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ പറയണം. അപ്പം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.